പ്രമുഖ ബ്രോക്കേജായ ജെഫ്രീസ് ബൈ എന്ന റേറ്റിംഗ് നൽകിയതും ഷോർട്ട് ടൈമിലേക്ക് പരിഗണിക്കേണ്ടതുമായ ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് പോളിക്യാബ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പോളിക്യാബ് 1% ഉയർന്ന് 6734 അടുത്ത് ക്ലോസിംഗ് നൽകി. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ജെഫ്രീസ് പോളിക്യാബിന് ബൈ എന്ന റേറ്റിംഗും 7150 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 10% അപ്സൈഡിലുള്ള ടാർഗറ്റാണ് പോളിക്യാബിന് ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി ഷോർട്ട് ടൈമിൽ നൽകിയിരിക്കുന്നത്. വയർ ആൻഡ് കേബിൾ സെക്ടറിൽ ഉണ്ടായിരിക്കുന്ന ഡിമാൻഡ് സൈക്കിൾ പോളിക്യാബിൻ്റെ മികച്ച പെർഫോമൻസിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കും എന്നാണ് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ വരുന്ന 5 വർഷത്തിനുള്ളിൽ പ്രൊഡക്ഷനേക്കാളും ഉയർന്ന രീതിയിലുള്ള ഡിമാൻഡ് വയർ ആൻഡ് കേബിൾ ഇൻഡസ്ട്രിയിൽ വർദ്ധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പോളിക്യാബ്, KA ഇൻഡസ്ട്രീസ്, ഹാവൽസ്, ഫിനോലെക്സ്, RR കേബിൾ തുടങ്ങിയ കമ്പനികളൊക്കെ മികച്ച പെർഫോമൻസ് നടത്താനും സാധ്യതയുണ്ട്. 2025-28 ഫിനാൻഷ്യൽ ഇയറിൽ പോളിക്യാബിൻ്റെ സെയിൽസിൽ 22% CAGR കൂടിയുള്ള വളർച്ച വരാൻ സാധ്യതയുണ്ടെന്നാണ് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ടോട്ടൽ കയറ്റുമതിയുടെ 6% മാത്രമാണ് പോളിക്യാബ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിലും വരും സമയങ്ങളിൽ എക്സ്പോർട്ട് വഴിയുള്ള കമ്പനിയുടെ വളർച്ച അല്ലെങ്കിൽ കമ്പനിയുടെ റവന്യൂ 270 മുതൽ 290 ബില്യൺ ഡോളറായി ഉയരാൻ സാധ്യതയുണ്ടെന്നും ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2025-28 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിലും 26% CAGR കൂടിയുള്ള വളർച്ച ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജെഫ്രീസ് 7150 രൂപയുടെ ടാർഗറ്റ് പോളിക്യാബ് എന്ന സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 2.2% ഉയർന്ന ഒരു സ്റ്റോക്കാണ് അംബുജ സിമൻറ്റ്. അംബുജ സിമൻറ്റ് അതിൻ്റെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ മാർക്കറ്റുകൾ ക്യാപ്ചർ ചെയ്യുന്നതിനുമുള്ള ചില പദ്ധതികൾ ഇന്ന് പുറത്തുവിടുകയും ചെയ്തു. 11 മുതൽ 12% നിന്നും 14.5% വരുന്ന ഒരു വർഷത്തിനുള്ളിൽ മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യാനാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടാതെ 2028-2030 ഫിനാൻഷ്യൽ ഇയറിലേക്കാകുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ, അതായത് സിമൻറ്റ് സെക്ടറിലെ അംബുജ സിമൻറ്റിൻ്റെ മാർക്കറ്റ് ഷെയർ 18 നിന്നും 20% ഉയർത്താനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. അംബുജ സിമൻറ്റ് പ്രീമിയം സിമൻറ്റ് സെക്ടറിലെ ഒരു കമ്പനിയാണ്. ടണ്ണിന് 400 രൂപയുടെ പ്രോഫിറ്റ് മാർജിൻ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരും വർഷങ്ങളിൽ, അതായത് 2028 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി അതിൻ്റെ ചിലവ് കുറയ്ക്കാനും 500 മുതൽ 580 രൂപ പെർ ടൺ എന്ന റേറ്റിൽ ചിലവ് കുറയ്ക്കാനുള്ള ചില ഗൈഡൻസുകൾ മാനേജ്മെൻറ്റ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അംബുജ സിമൻറ്റ് എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഉയരാനും സാധ്യതയുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിൽ അംബുജ സിമൻറ്റിൻ്റെ എബിറ്റ 35% മുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ടാർഗറ്റും കമ്പനിക്ക് മുന്നിലുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അംബുജ സിമൻറ്റ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ നവോമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റി സ്റ്റോക്കിന് 694 രൂപ എന്ന ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോത്തിലാൽ ഓസ്വാൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 700 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. വരും വർഷങ്ങളിൽ, അതായത് 25 മുതൽ 28 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ എബിറ്റ 35%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 26% CAGR കൂടിയുള്ള വളർച്ചയാണ് ഈ കമ്പനിയിൽ നിന്നും അനലിസ്റ്റുകളും ബ്രോക്കേജ് ഏജൻസികളും പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അംബുജ സിമൻറ്റ് ഇന്ന് 2% ഉയർന്നത്. ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും സ്റ്റോക്ക് 600 എന്ന റേഞ്ചിനടുത്ത് അല്ലെങ്കിൽ 600-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 700, 720 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്